وسبحوه بكرة وأصيلا هو الذي يصلي عليكم وملائكته ليخرجكم من الظلمات إلى النور وكان بالمؤمنين رحيما. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. فكيف إذا جمعناهم ليوم لا ريب فيه ووفيت كل نفس ما كسبت وهم لا يظلمون. قل اللهم مالك الملك تؤتي الملك من تشاء تؤتي الملك من تشاء وتنزع الملك ممن تشاء وتعز من تشاء وتذل من تشاء إنك على كل شيء قدير. تولج الليل في النهار وتولج النهار في الليل وتخرج الحي من الميت وتخرج الميت من الحي وترزق من تشاء به. أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله. أما بعد فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين
رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي رب زدني علما رب أرني حقائق الأشياء. ആദരണീയരായ അധ്യക്ഷൻ, വേദിയിലിരിക്കുന്ന എന്റെ സഹപ്രവർത്തകരെ, മോഗ്രാൽ നിവാസികളെ, ശ്രോതാക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഒരു ആമുഖവും പറയാതെ ഞാൻ മറുപടിയിലേക്ക് കടക്കുകയാണ്. ഇവിടെ ഞങ്ങൾക്കെതിരിൽ പ്രസംഗിച്ച പ്രസംഗകൻ തന്റെ പ്രസംഗത്തിൽ പറഞ്ഞ ഒരു കാര്യം വളരെ വ്യക്തമാണ്. അദ്ദേഹം പറയുന്നു, ഇവിടെയുള്ള ശ്രോതാക്കളെ സംബോധന ചെയ്തുകൊണ്ട്, വസ്തുനിഷ്ഠമായ വിശദീകരണമാണ്, വസ്തുനിഷ്ഠമായ വിശദീകരണമാണ്. കാര്യങ്ങൾ നിങ്ങൾ വളരെ സജീവ ശ്രദ്ധയോടെ ആയിരിക്കണം ശ്രവിക്കേണ്ടത് സഹോദരന്മാരെ. എന്ന് പറഞ്ഞാൽ, ഞങ്ങൾക്കെതിരിൽ പ്രസംഗിച്ച പ്രസംഗകൻ പറയുന്നതൊക്കെ വസ്തുതയാണ്, ഉള്ളതാണ്, ഇല്ലാത്തതൊന്നും അദ്ദേഹം പറയുന്നില്ല. ഇല്ലാത്തതൊന്നും അദ്ദേഹം പറയുന്നില്ല. അതുകൊണ്ട് അദ്ദേഹം പറയുന്നത് മുഴുവനും സത്യമാണ്, 100% സത്യമാണ്. ഈ രീതിയിലായിരിക്കണം നിങ്ങൾ അതിനെ കണക്കാക്കേണ്ടത്. എന്നാൽ തന്റെ പ്രസ്ഥാനത്തെക്കുറിച്ച് അദ്ദേഹത്തിന്റെ പ്രസംഗത്തിന്റെ അവസാനം അദ്ദേഹം പറയുന്നു, ഈ മുജാഹിദ് പ്രസ്ഥാനത്തെക്കുറിച്ച് പലതരത്തിലുള്ള തെറ്റുധാരണകളും ചില സഹോദരന്മാർക്കുണ്ട്. തെറ്റുധാരണകളെല്ലാം പലരുടെയും നാവുകളിൽ നിന്ന് കേട്ടതിന്റെ അടിസ്ഥാനത്തിലാണ്. ഈ പ്രസ്ഥാനത്തിന്റെ പ്രഭാഷകന്മാരിൽ നിന്ന്, പണ്ഡിതന്മാരിൽ നിന്ന്, കൃതികളിൽ നിന്ന്, പുസ്തകങ്ങളിൽ നിന്ന്, കാസറ്റുകളിൽ നിന്ന് കൂടുതൽ പഠിക്കുകയും അറിയുകയും സത്യത്തിന്റെ മാധുര്യം ഉൾക്കൊള്ളുകയും ചെയ്യണമെന്നാണ് അവസാനമായി സൂചിപ്പിക്കാനുള്ളത്. ഇതുപോലെയുള്ള ഏതേത് വിഷയങ്ങളെയും നമ്മൾ സമീപിക്കേണ്ടത് പ്രമാണബദ്ധമായിട്ടാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ പ്രസ്ഥാനം തൻകുഞ്ഞ് എല്ലാവർക്കും പൊൻകുഞ്ഞായിരിക്കുമല്ലോ, അതിന് സംശയമില്ല. അദ്ദേഹത്തിന്റെ പ്രസ്ഥാനത്തെ കുറിച്ച് പല ആളുകളും പല കളവുകളും പറയുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾ അതൊന്നും കേൾക്കരുത്. മുജാഹിദുകാരുടെ ഗ്രന്ഥങ്ങൾ വായിക്കണം, മുജാഹിദുകാര് പ്രസംഗിക്കുന്നത് കേൾക്കണം, അവരുടെ കാസറ്റുകൾ കേൾക്കണം. മറ്റുള്ളവരുടേതൊന്നും കേൾക്കാൻ പാടില്ല. അവരെല്ലാവരും മുജാഹിദ് പ്രസ്ഥാനത്തെ കുറിച്ചിട്ട് കളവാണ് പറയുന്നത് എന്നാണ് പ്രസംഗകൻ പറഞ്ഞത്. നിങ്ങൾ നോക്ക്, ഏതെങ്കിലും ഒരു സത്യം സുന്നികളെ സംബന്ധിച്ച് ഈ മുജാഹിദുകാര് എപ്പോഴെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഏതെങ്കിലും ഒരു സത്യം സുന്നികളെ സംബന്ധിച്ച് എപ്പോഴെങ്കിലും മുജാഹിദുകാര് പറഞ്ഞിട്ടുണ്ടോ? ഏതെങ്കിലും ഒരു സത്യം മുജാഹിദുകാരെ സംബന്ധിച്ച് സുന്നികൾ എപ്പോഴെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഏതെങ്കിലും ഒരു സത്യം ജമാഅത്തെ ഇസ്ലാമിയെ കുറിച്ച് സുന്നികളും മുജാഹിദുകാരും പറഞ്ഞിട്ടുണ്ടോ? അത് തന്നെ ഇദ്ദേഹം പറയുകയാണ്, അത് വേറെ കാര്യം. പക്ഷെ ഞാൻ നിങ്ങളോട് പറയുന്നത് വസ്തുനിഷ്ഠമാണ്. ഒരു അഹമ്മദിയ ജമാഅത്തിന്റെ ബദ്ധശത്രുവിൽ നിന്ന് ഒരു അഹമ്മദിയെ അരച്ചു കൊടുത്താൽ അദ്ദേഹം വലിച്ചു കുടിക്കും. അത്രമാത്രം ദേഷ്യം അദ്ദേഹത്തിന് അഹമ്മദികളോടുണ്ട്. അങ്ങനെ ദേഷ്യം വെച്ച് പുലർത്തുന്ന, പക വെച്ച് പുലർത്തുന്ന, കോപം വെച്ച് പുലർത്തുന്ന, വൈരാഗ്യം വെച്ച് പുലർത്തുന്ന ഇവിടെ വന്ന് പ്രസംഗിച്ച മുജാഹിദ് പ്രസംഗകൻ അഹമ്മദ്
ഇന്ത്യ രാജ്യത്ത് പിടിമുറുക്കണമെങ്കിൽ, ഇന്ത്യ രാജ്യത്ത് തുടരണമെങ്കിൽ ഈ സമരമുറകളെ നേരിടാതെ നിവർത്തിയില്ല. ഇതിനു വേണ്ടിയിട്ടാണ് അവർ ഒരു പ്രവാചകനെ കൊണ്ടുവന്നത് എന്നാണ് ഇദ്ദേഹം പറയുന്നത്. എന്നാൽ എനിക്ക് ചോദിക്കാനുള്ളത്, ഇദ്ദേഹം സ്വാതന്ത്ര്യ സമരത്തെ കുറിച്ച് സംസാരിക്കുന്നുണ്ട്. ഇതിനൊരു വർഷം അദ്ദേഹം പറയുന്നില്ല. എന്നാണ് സ്വാതന്ത്ര്യ സമരം ഉണ്ടായത്? അത് അദ്ദേഹത്തിന് അറിയില്ലായിരിക്കാം. അദ്ദേഹം ഒരുപക്ഷെ പറയുന്നത് 1919 ശേഷമുള്ള കാര്യമായിരിക്കാം. ഒരു സ്വാതന്ത്ര്യ സമരത്തെ കുറിച്ച് പറയുമ്പോ അതിന്റെ വർഷങ്ങൾക്ക് വളരെ പ്രാധാന്യമുണ്ട്. ഞാനത് വിശദീകരിക്കാം. 1857 ബ്രിട്ടീഷുകാര് ഇവിടെ ശിപ്പായി ലഹള ഉണ്ടായപ്പോൾ അതിനെ അടിച്ചമർത്തുന്നതിന് വേണ്ടി പരിശ്രമിക്കുകയുണ്ടായി. അതിനെ അടിച്ചമർത്തുന്നതിന് വേണ്ടി പരിശ്രമിക്കുകയുണ്ടായി. അങ്ങനെ 1959 അവരതിനെ അടിച്ചമർത്തി. അതിനുശേഷം പിന്നീട് സ്വാതന്ത്ര്യ സമരത്തിന്റെ ശബ്ദമുയരുന്നത് 1919 1857 മിർസ സാഹിബിന് 22 വയസ്സാണ് പ്രായം. നല്ല ഒരു യുവാവ്, ആരാരും അറിയപ്പെടാതെ കാദിയാനിലെ മണ്ണിൽ അദ്ദേഹം അല്ലാഹുവിനോട് കരഞ്ഞ് കരഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന കാലമായിരുന്നു അത്. അതായത് ഇസ്ലാമിന്റെ ആ വേദനയാർന്ന അവസ്ഥ നോക്കിക്കൊണ്ട് അദ്ദേഹം അല്ലാഹുവിനോട് ദുആ ചെയ്തു, അല്ലാഹുവേ, നീ ഇതിന് ഒരു പരിഹാരം കാണിച്ചു തരണമേ. അങ്ങനെ കഴിഞ്ഞിരുന്ന ആ കാലത്ത് അദ്ദേഹത്തിന് ഒരു വാദവും ഉണ്ടായിരുന്നില്ല. 1889 മിർസ സാഹിബ് ബൈഅത്ത് സ്വീകരിക്കുന്നത്. അതിന് 4 വർഷം മുമ്പാണ് 1885 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകൃതമാകുന്നത്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകരിച്ചപ്പോൾ ബ്രിട്ടീഷുകാരോട് കൂറു പുലർത്തിക്കൊണ്ടാണ് അവര് പ്രവർത്തനം തുടങ്ങിയത്. അതൊരു സംഭവം. 1908 മിർസ ഗുലാം മുഹമ്മദ് ഖാദിയാനി അലൈഹിസ്സലാം വഫാത്താവുന്നത്. മിർസ ഗുലാം മുഹമ്മദ് ഖാദിയാനി അലൈഹിസ്സലാം വഫാത്താവുന്നത് 1908 അതിന് 2 വർഷം മുമ്പാണ് സർവേന്ത്യ മുസ്ലിം ലീഗ് രൂപീകൃതമാവുന്നത്. 1907 കറാച്ചിയിൽ ചേർന്ന ഇന്ത്യൻ നാഷണൽ ലീഗിന്റെ മുസ്ലിം ലീഗിന്റെ സമ്മേളനത്തിലെടുത്ത പ്രമേയങ്ങളിൽ ഒന്നാമത്തേത് ബ്രിട്ടീഷുകാരെന്തെങ്കിലും തീരുമാനമെടുത്താൽ അത് മനസ്സിലാകുന്നില്ല എങ്കിൽ മുസ്ലിം ലീഗ് പ്രവർത്തകർ അത് അവർക്ക് മനസ്സിലാക്കി കൊടുക്കണം എന്നതായിരുന്നു. അപ്പൊ നോക്ക്, 1908 വരെ സ്വാതന്ത്ര്യ സമരത്തെ സംബന്ധിച്ച് മുസ്ലിങ്ങളോ ഹിന്ദുക്കളോ പ്രവർത്തിച്ചതായിട്ട് ചരിത്രത്തിൽ കാണുന്നില്ല. ഇനി എന്റെ എതിർ പ്രസംഗകൻ സ്ഥാപിക്കേണ്ടത് 1957 മുതൽ മിർസ ഗുലാം മുഹമ്മദ് ഖാദിയാനി 1908
ഉണ്ടാകുന്നത് വരെ എവിടെയൊക്കെ സ്വാതന്ത്ര്യ സമരം നടന്നു, ആരൊക്കെയാണ് അതിനെ സാക്ഷ്യം വഹിച്ചത്, ആരൊക്കെയാണ് അതിന് നേതൃത്വം കൊടുത്തത്, ആരെല്ലാം അതിൽ പങ്കെടുത്തിരുന്നു, ഈ വക കാര്യങ്ങളൊക്കെ നിങ്ങൾ പറഞ്ഞു തരാൻ ബാധ്യസ്ഥരാണ്. ഞാൻ പറഞ്ഞു വരുന്നത്, അങ്ങനെ ഒരു സംഭവമേ ഇവിടെ ഉണ്ടായിട്ടില്ല. പിന്നെന്താ സംഭവിച്ചത്? മിർസ ഗുലാം അഹ്മദുൽ ഖാദിയാനി അലൈഹിസ്സലാം ജനിക്കുന്നതിനു മുമ്പേ ബ്രിട്ടീഷുകാർ ഇവിടെ സ്ഥാനമുറപ്പിച്ചിരുന്നു. മുഗൾ ചക്രവർത്തിമാരുടെ കാലഘട്ടത്തിൽ സിഖുകാർക്ക് വളരെ